രാഷ്ട്രീയ കേരളത്തിന് 2016 സംഭവ ബഹുലമായിരുന്നു. തെരഞ്ഞെടുപ്പ് വർഷം. തർക്കങ്ങളും വിവാദങ്ങളും പെയ്തൊഴിയാതെ നിന്നു. വീശിയടിച്ച ഇടതുതരംഗത്തിൽ 91 സീറ്റുമായി LDF അധികാരത്തിൽ തിരിച്ചെത്തി. ചുവന്ന കേരളത്തിൻ്റെ നായകൻ പിണറായി വിജയനായിരുന്നു. LDF അധികാരത്തിൽ വന്നാൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന ചോദ്യം തെരഞ്ഞെടുപ്പ് രംഗത്ത് രാഷ്ട്രീയ എതിരാളികൾ നിരന്തരം ഉന്നയിച്ചിരുന്നു. അന്നൊന്നും ആ ചോദ്യത്തിന് ഉത്തരം പറയാതിരുന്ന CPM തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഒരു ദിവസത്തിനകം അനായാസം കുരുക്കഴിച്ചു. പാർട്ടിയുടെ മനസ്സ് പിണറായി വിജയനൊപ്പമായിരുന്നു. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തിരുവനന്തപുരത്തെത്തി. സെക്രട്ടേറിയറ്റ് യോഗത്തിലേക്ക് VS-നെ വിളിച്ചു വരുത്തുന്നതിന് മുൻപ് തന്നെ വരാനിരിക്കുന്ന തീരുമാനത്തെക്കുറിച്ച് യെച്ചൂരി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിരുന്നു. VS-നെയും കോടിയേരിയെയും ഒപ്പമിരുത്തി യെച്ചൂരി ആ തീരുമാനം പ്രഖ്യാപിച്ചു. Comrade Pinarayi Vijayan will be proposed as the leader of the LDF legislative party. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിറന്നു വീണ പിണറായിയിൽ നിന്ന് കണ്ണൂരിലെ അഴീക്കോടൻ മന്ദിരം വഴി തിരുവനന്തപുരത്ത് AKG സെന്ററിലേക്കും അവിടെ നിന്ന് ക്ലിഫ് ഹൗസിലേക്കുമുള്ള യാത്ര പിണറായി വിജയന് എളുപ്പമായിരുന്നില്ല. പീഡാനുഭവങ്ങൾക്ക് ശേഷമുള്ള ഉയർത്തിയെഴുന്നേൽപ്പായിരുന്നു മുഖ്യമന്ത്രി കസേരയിൽ പിണറായിയുടെ അരങ്ങേറ്റം. അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ച് VS അച്യുതാനന്ദനെ ഔദ്യോഗിക വസതിയിലെത്തി കണ്ടാണ് പിണറായി തുടങ്ങിയത്. ഞാനാണെങ്കിൽ ഒരു പുതുക്കക്കാരനാണെന്ന് തന്നെ പറയാവുന്ന മട്ടിലുള്ള ഒരാളാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സന്ദർശനത്തിനാണിത്. വിജയൻ അജയ്യനായപ്പോൾ VS കാവലാളായി. മുഖ്യമന്ത്രിയായി പിണറായിയെ പ്രഖ്യാപിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ VS-നെ കേരള കാസ്ട്രോ എന്നാണ് യെച്ചൂരി വിശേഷിപ്പിച്ചത്. ഇടതുപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് ഞാൻ കേരളത്തിലെ ജനങ്ങളുടെ കാവലാളായി നിലകൊള്ളുമെന്നും നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. VS-ന്റെ പുതിയ പദവി സംബന്ധിച്ച് ഇടതുപക്ഷത്ത് ആശയക്കുഴപ്പമായിരുന്നു. പിണറായി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ തനിക്ക് വേണ്ട പദവികൾ സംബന്ധിച്ച കുറിപ്പ് VS യെച്ചൂരിക്ക് കൈമാറി. വാർത്ത പുറത്തുവന്നതോടെ VS-ന്റെ വിലപേശൽ ശക്തി കുറഞ്ഞു. ഒടുവിൽ ക്യാബിനറ്റ് പദവിയോടെ VS-നെ ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാനാക്കി പ്രശ്നം പരിഹരിച്ചു. ഇടതുതരംഗം ആഞ്ഞു വീശിയപ്പോൾ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ഉറച്ച കോട്ടകൾ പോലും നിലംപൊത്തി. ഐക്യമുന്നണി 47 സീറ്റിൽ ഒതുങ്ങി. 22 ഇടത്ത് മാത്രം വിജയിച്ച കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നാണ് നേരിട്ടത്. വലിയൊരളവ് വരെ UDF-നെ തോൽപ്പിച്ചതിലുള്ള ക്രെഡിറ്റ് UDF നേതാക്കൾക്ക് തന്നെ അവകാശപ്പെട്ടതാണ്. സോളാറും ബാർക്കോഴയും ചേർന്ന് UDF-നെ ഒരു വഴിക്കാക്കിയിരുന്നു. അതിനിടയിലാണ് മെത്രാൻകായലും കടമക്കുടിയും അടക്കമുള്ള ഭൂമി വിവാദങ്ങൾ ഉണ്ടാകുന്നത്. കോൺഗ്രസിൽ പൊട്ടിത്തെറിയായി. പരിഹരിക്കാനാകാതെ പ്രശ്നങ്ങൾ നീറിപ്പുകഞ്ഞു നിന്നു. ഡൽഹിയിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ കോൺഗ്രസ് പതിവ് കലാപരിപാടികൾ തുടർന്നു. K. ബാബു, അടൂർ പ്രകാശ്, KC ജോസഫ്, ബെന്നി ബെഹന്നാൻ എന്നിവരെ തിരഞ്ഞുപിടിച്ചു വെട്ടാൻ സുധീരൻ തയ്യാറെടുത്തു. ഒരു ഇഞ്ചു പോലും വഴങ്ങാതെ ഉമ്മൻചാണ്ടി പ്രതിരോധമുയർത്തി. രാഹുൽ ഗാന്ധിയെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി കടുത്ത നിലപാടെടുത്തത്. വികസനവും ക്ഷേമ പദ്ധതികളും ജനം മറക്കില്ലെന്ന് അവസാന നിമിഷം വരെ ഉമ്മൻചാണ്ടി വിശ്വസിച്ചു. വിവാദങ്ങളെ വികസനം മറികടക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും ഭരണ തുടർച്ച സാധ്യമാകുമെന്ന് UDF സ്വപ്നം കണ്ടു. UDF-ന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ കടുത്ത പരാജയത്തിന് രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട്. BJP-യുടെ വളർച്ചയെയും BJP-BDJS സഖ്യത്തെയും ഗൗരവത്തിലെടുക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അതേ മൃദുസമീപനം നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് തുടർന്നു. രാഷ്ട്രീയ എതിരാളികളെ നിലപാടിൽ ഉറച്ചുനിന്ന് ആക്രമിക്കുന്നതിന് പകരം കോൺഗ്രസ് സ്വീകരിച്ചത് അടവു നയമായിരുന്നു. SNDP-യുടെ രാഷ്ട്രീയ സംഘടനയായ BDJS CPM-ന്റെ വോട്ട് ചോർത്തുമെന്ന് കോൺഗ്രസ് ബുദ്ധികേന്ദ്രങ്ങൾ കണക്കുകൂട്ടി. BJP അധികം പിടിക്കുന്ന വോട്ടുകളിൽ നല്ലൊരു പങ്ക് CPM-ന്റേതാകുമെന്ന പതിവ് പല്ലവി കോൺഗ്രസ് ആവർത്തിച്ചു. മറുഭാഗത്ത് CPM ആകട്ടെ BJP-യെ കടന്നാക്രമിച്ചു. BJP-യെ എതിർക്കാൻ കോൺഗ്രസിനേക്കാൾ നല്ലത് തങ്ങളാണെന്ന പ്രതീതി CPM ബോധപൂർവം സൃഷ്ടിച്ചെടുത്തു. പരമ്പരാഗതമായി കോൺഗ്രസിനൊപ്പം നിന്നിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ചോർന്നു. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വോട്ടുകൾ അകന്നുപോകുന്നത് മനസ്സിലാക്കാൻ ഉമ്മൻചാണ്ടിക്കോ രമേശ് ചെന്നിത്തലയ്ക്കോ VM സുധീരനോ കഴിഞ്ഞില്ല. ഭരണ തുടർച്ച ജലരേഖയായി. ഈ ജനവിധിയെ UDF മാനിക്കുന്നു. പരാജയം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. തുടർഭരണമെന്ന മനക്കോട്ട തകർന്നതിനേക്കാൾ കോൺഗ്രസിനെ ഞെട്ടിച്ചത് 4 ജില്ലകളിൽ സീറ്റൊന്നുമില്ല എന്ന യാഥാർത്ഥ്യമാണ്. കൊല്ലം, ഇടുക്കി, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് ഒരു കോൺഗ്രസുകാരൻ പോലും നിയമസഭ കണ്ടില്ല. 18 സീറ്റുകൾ നേടി ലീഗ് പരിക്കേൽക്കാതെ നിന്നു.
ബാർക്കോഴയുടെ പാപഭാരം പേറിയ KM മാണി പാലായിൽ നിന്ന് വീണ്ടും ജയിച്ചു വന്നു. പക്ഷേ ബാറിനാൽ തന്നെ K ബാബുവും വീണു. 2.5 പതിറ്റാണ്ടുകാലം MLA ആയിരുന്ന തൃപ്പൂണിത്തുറയിൽ ഇത്തവണ K ബാബുവിന് കാലിടറി. തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രതിപക്ഷ നേതാവാകാനില്ലെന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. 22-അംഗ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ I ഗ്രൂപ്പിന് മുൻതൂക്കമുണ്ട് എന്നതിനാൽ A ഗ്രൂപ്പിന് വിലപേശാനും കഴിഞ്ഞില്ല. And we are going to announce to all of you that Mr. Ramesh Chennitala will be the leader of the opposition. ഇപ്പോൾ ഇല്ലെങ്കിൽ ഒരിക്കലുമില്ല എന്ന അവസ്ഥയിലാണ് BJP നിയമസഭാ തെരഞ്ഞെടുപ്പിനിറങ്ങിയത്. വേണമെങ്കിൽ സന്ദർശക പാസ് എടുത്ത് നിയമസഭയിൽ കയറാമെന്നായിരുന്നു തെരഞ്ഞെടുപ്പിന് 2 നാൾ മുൻപ് AK ആന്റണി BJPക്കാർക്ക് നൽകിയ ഉപദേശം. എന്നാൽ ചരിത്രം രചിച്ച കുതിപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP നടത്തിയത്. നേമത്ത് താമര വിരിഞ്ഞു. മഞ്ചേശ്വരത്ത് കേവലം 89 വോട്ടിനാണ് K സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. 7 മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്താണ്. തിരുവനന്തപുരത്തിനും കാസർഗോഡിനും പുറത്ത് ഏതെങ്കിലും ഒരു ജില്ലയിൽ BJP സ്ഥാനാർത്ഥികൾ 30,000-ലധികം വോട്ടുകൾ നേടുന്നതും ഇതാദ്യം. വളരെ ആഹ്ലാദകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ്, ചരിത്ര മുഹൂർത്തമാണ്. പൂഞ്ഞാറിൽ 3 മുന്നണികളെയും തറപറ്റിച്ച PC ജോർജാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ താരം. 27,821 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ PC തലയുയർത്തി നിന്നു. പെരുമ്പാവൂരിൽ കൊല ചെയ്യപ്പെട്ട ജിഷയുടെ അമ്മയ്ക്ക് 5,000 രൂപ പെൻഷൻ അനുവദിക്കാനുള്ളതായിരുന്നു ആദ്യ മന്ത്രിസഭാ യോഗത്തിന്റെ ആദ്യ തീരുമാനം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ വിവാദ നടപടികൾ അന്വേഷിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ ഒരു പിണറായി ടച്ചുണ്ടായിരുന്നു. പോലീസ് തലപ്പത്തെ മാറ്റവും സാമ്പത്തിക ഉപദേഷ്ടാക്കളുടെ നിയമനവും കല്ലുകടിയായി. സർക്കാർ അധികാരത്തിലെത്തി ഒരാഴ്ചയ്ക്കകം പോലീസ് തലപ്പത്ത് അഴിച്ചുപണി നടത്തി. ക്രമസമാധാന ചുമതലയുള്ള DGP സ്ഥാനത്ത് നിന്ന് TP സെൻകുമാറിനെ മാറ്റി. പകരം ലോക്നാഥ് ബെഹ്റയെ നിയമിച്ചു. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തേക്ക് ജേക്കബ് തോമസിനെ കൊണ്ടുവന്നു. അപ്രധാനമായ പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ MD സ്ഥാനത്തേക്ക് മാറ്റപ്പെട്ടതോടെ സെൻകുമാർ പ്രകോപിതനായി. സെൻകുമാർ ഈസ് നോട്ട് ലോക്നാഥ് ബെഹ്റ. ഇപ്പോൾ ലോക്നാഥ് ബെഹ്റയെ ആഗ്രഹമുള്ളൊരു സർക്കാരിന് സെൻകുമാറിനെ പറ്റില്ല. മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായി നിയമിച്ചതിന് ശേഷം അഡ്വക്കേറ്റ് MK ദാമോദരൻ സർക്കാരിനെതിരായ കേസുകളിൽ ഹാജരാകുന്നതാണ് വിവാദമായത്. ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിനു വേണ്ടിയും കശുവണ്ടി അഴിമതി കേസിൽ INTUC നേതാവ് R ചന്ദ്രശേഖരന് വേണ്ടിയും MK ദാമോദരൻ ഹാജരായി. MK ദാമോദരൻ മുഖ്യമന്ത്രിയുടെ ഉപദേശകനായിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഫലം പറ്റിക്കൊണ്ടല്ല. ഏതെങ്കിലും കേസ് എടുക്കുന്നതിന് അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള നിരോധനവുമില്ല. ഈ ഘട്ടത്തിൽ BJP അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ഹൈക്കോടതിയെ സമീപിച്ചു. MK ദാമോദരൻ ഉപദേഷ്ടാവാകില്ല എന്ന നിലപാട് ഹൈക്കോടതിയെ അറിയിച്ച് സർക്കാർ തടിയൂരി. സാമ്പത്തിക ഉപദേഷ്ടാവായി ഗീതാ ഗോപിനാഥിനെ നിയമിച്ചതും CPM-നുള്ളിൽ പ്രശ്നങ്ങളുണ്ടാക്കി. പക്ഷേ പിണറായി ഉറച്ചു നിന്നതോടെ എതിർശബ്ദങ്ങളുടെ കരുത്തു ചോർന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ CPM-നെ ഉലച്ച മിക്ക വിവാദങ്ങളിലും EP ജയരാജനുണ്ടായിരുന്നു. പാർട്ടി പ്രതിക്കൂട്ടിൽ കയറിയപ്പോഴും ജയരാജനെ പൊന്നുപോലെ പൊതിഞ്ഞുപിടിച്ചു. പാർട്ടി നൽകിയ സംരക്ഷണമായിരുന്നു ജയരാജന്റെ കരുത്ത്. ബന്ധുനിയമന വിവാദത്തിൽ ജയരാജനെ സംരക്ഷിക്കാൻ പാർട്ടിക്കും കഴിഞ്ഞില്ല. എടവൻ പുതിയ വീട്ടിൽ ജയരാജൻ എന്ന EP ജയരാജൻ കൊണ്ടും കൊടുത്തും നേതാവായ ആളാണ്. കെടാത്ത പോരാട്ടവീര്യവും ചങ്കുറപ്പും കൊണ്ട് കയറിയും ഇറങ്ങിയും കളിച്ച ജയരാജൻ ഒടുവിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയി. അതും മന്ത്രിസഭ അധികാരത്തിൽ വന്ന് 5 മാസത്തിനകം. വ്യവസായ വകുപ്പിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് MD-ആയി സുധീർ നമ്പ്യാരെ നിയമിച്ചതാണ് ജയരാജന് കുരുക്കായത്. ജയരാജന്റെ ഭാര്യ സഹോദരി PK ശ്രീമതി MB-യുടെ മകനാണ് സുധീർ നമ്പ്യാർ. ജ്യേഷ്ഠന്റെ മകന്റെ ഭാര്യ ദീപ്തിയെ കണ്ണൂർ ക്ലേ ആൻഡ് സെറാമിക്സിൽ ജനറൽ മാനേജരായി നിയമിച്ചതോടെ പാർട്ടി പ്രാദേശിക നേതൃത്വം ജയരാജനെതിരെ തിരിഞ്ഞു. ജയരാജന്റെ തട്ടകമായ കണ്ണൂരിലെ മൊറാഴ ലോക്കൽ കമ്മിറ്റി മേൽഘടകങ്ങൾക്ക് പരാതി നൽകി. അപ്രതീക്ഷിതമായി വീണുകിട്ടിയ അവസരം പ്രതിപക്ഷം കാര്യമായി ഉപയോഗിച്ചു. പ്രതിപക്ഷ നേതാവ് വിജിലൻസിനെ സമീപിച്ചു. ത്വരിത പരിശോധന നടത്തുകയല്ലാതെ വിജിലൻസ് ഡയറക്ടർക്ക് മുന്നിൽ മറ്റു മാർഗമുണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴും EP ജയരാജൻ വീറോടെ നിന്നു. എൻ്റെ ബന്ധുക്കൾ പല സ്ഥലത്തും ഉണ്ടാകും. അന്നിപ്പോൾ എൻ്റെ മുമ്പിൽ ഇതുവരെ അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല. വന്നാൽ പറയാം. മന്ത്രിസഭയിലെ രണ്ടാമനും പാർട്ടിയിൽ കണ്ണൂർ ലോബിയുടെ മുഖവും വക്താവുമൊക്കെയായ EP-യെ ബന്ധുനിയമന വിവാദത്തിൽ പിണറായി വിജയൻ സംരക്ഷിച്ചില്ല. സർക്കാരിന്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ സംരക്ഷിക്കാൻ രാജിയല്ലാതെ മറ്റു പോംവഴിയില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. തനിക്ക് സംഭവിച്ചൊരു തെറ്റാണ് എന്ന് ജയരാജൻ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തുറന്ന് സമ്മതിക്കുകയുണ്ടായി. പിണറായി വിജയൻ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാൻ എന്നെ അനുവദിക്കണം എന്ന് EP ജയരാജൻ സെക്രട്ടേറിയറ്റിൽ നിർദ്ദേശിക്കുകയുണ്ടായി.
വീഴ്ച പറ്റിയെന്ന കുറ്റസമ്മതത്തോടെ തെറ്റുതിരുത്താൻ തയ്യാറാകുകയെന്ന രാഷ്ട്രീയത്തിലെ നല്ല കീഴ്വഴക്കത്തിന്റെ തിരിച്ചുവരവ് കൂടിയായിരുന്നു ഇ പി ജയരാജന്റെ രാജി. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് പെട്ടെന്ന് കരകയറാൻ UDF-ന് കഴിഞ്ഞില്ല. BJP-യുടെ തള്ളിക്കയറ്റത്തെ പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയ നീക്കങ്ങളൊന്നും UDF-ഓ കോൺഗ്രസോ നടത്തുന്നുണ്ടായില്ല. കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടത് ഐക്യമുന്നണി രാഷ്ട്രീയത്തെ കൂടുതൽ അസ്വസ്ഥമാക്കി. ബാർക്കോഴ കേസിൽ കോൺഗ്രസ് നേതാക്കൾ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന പരാതി KM മാണിക്ക് നേരത്തെയുണ്ട്. ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്കും ചില ഐ ഗ്രൂപ്പ് നേതാക്കൾക്കുമെതിരെയായിരുന്നു KM മാണിയുടെ രോഷം. ഉമ്മൻചാണ്ടിക്ക് പകരം രമേശ് ചെന്നിത്തല UDF പാർലമെന്ററി പാർട്ടിയുടെ ലീഡറായത് KM മാണിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. UDF-നൊപ്പം പ്രതിപക്ഷ ബെഞ്ചിൽ ഇരിക്കേണ്ടെന്ന് മാണി തീരുമാനിച്ചു. എന്നാൽ LDF-നൊപ്പം ചേരാനുള്ള താൽപ്പര്യം പ്രകടിപ്പിച്ചതുമില്ല. സമദൂര സിദ്ധാന്തത്തിൽ ഉറച്ച് KM മാണി UDF വിട്ടു. ഞങ്ങളെയൊക്കെ ശത്രുതാ മനോഭാവത്തോടെയാണ് കാണുന്നത്. യുവർ എനിമി നമ്പർ 1 ഈസ് കേരള കോൺഗ്രസ്. മനസ്സിലാവാ കേരള കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിനെ തോപ്പിക്കുക ആരാ? കോൺഗ്രസ്സുകാർ തന്നെ. ഒരു പ്രത്യേക ബറ്റാലിയൻ, അതിനുവേണ്ടി പ്രത്യേക റിക്രൂട്ട്മെന്റാണ്. പതറി നിന്ന UDF-ന് കിട്ടിയ മൃതസഞ്ജീവനിയായിരുന്നു സ്വാശ്രയ സമരം. സ്വാശ്രയ ഫീസ് കുത്തനെ ഉയർത്തിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസുകാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം തുടങ്ങി. സമരപ്പന്തലിന് മുന്നിലൂടെ പോയ വനം മന്ത്രി K. രാജുവിന്റെ വാഹനം സമരക്കാർ തടഞ്ഞു. പിന്നാലെ സെക്രട്ടേറിയറ്റ് പരിസരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ KSU-കാർ കരിങ്കൊടി കാട്ടി. ഇതോടെ സമരത്തിന്റെ സ്വഭാവം മാറി. കരിങ്കൊടി കാണിച്ചത് ചാനലുകാർ വാടകയ്ക്കെടുത്തവരാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം എരുതിയിൽ എണ്ണ പകരുന്നതിന് തുല്യമായി. ഞാൻ വ്യക്തമായി ധരിക്കുന്നത് ഇതേതോ ചാനലുകാര് വാടകയ്ക്കെടുത്തവരാണ്. ഏതോ ചാനലുകാർക്ക് വേണ്ടി. പ്രതിപക്ഷ MLA-മാർ നിയമസഭയിൽ നിരാഹാര സമരം തുടങ്ങി. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ നിയമസഭയിൽ രൂക്ഷമായ വാക്പോര് നടന്നു. പിണറായി വിജയൻ തെരുവിൽ സംസാരിക്കുന്ന പോലെ ഇവിടെ സംസാരിക്കുന്ന സാർ, അദ്ദേഹം പാർട്ടി കമ്മിറ്റിയിലും പൊതുനിരത്തിലും പറയുന്ന ഭാഷ നിയമസഭയിൽ പറയാൻ പാടില്ല സാർ. ചാനലുകാർ വാടകയ്ക്കെടുത്തവർ കരിങ്കൊടി കാണിച്ചു എന്ന പ്രസ്താവനയിൽ നിന്ന് മുഖ്യമന്ത്രി പിറകോട്ട് പോയി. പരാമർശം തോന്നലിന്റെ അടിസ്ഥാനത്തിലായിരുന്നുവെന്ന് പറഞ്ഞൊഴിഞ്ഞു. ചില വിദ്യകൾ ഒപ്പിക്കാൻ പലരുടെ ബിരുദന്മാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമായിരിക്കും നടന്നിട്ടുണ്ടാകുക എന്ന് എൻ്റെ തോന്നൽ ഞാനങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മാസങ്ങളായി ഹൈക്കോടതിയും കേരളത്തിലെ മറ്റു കോടതികളും രഹസ്യത്തിൽ പ്രവർത്തിക്കുന്നു. മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലാത്ത കോടതികൾ സുതാര്യമായാണ് പ്രവർത്തിക്കുന്നതെന്ന് എങ്ങനെ പറയാനാകും? സുതാര്യതയുടെ അഭാവത്തിൽ സത്യസന്ധത സംശയാസ്പദമായിരിക്കും. സർക്കാർ പ്ലീഡർ ധനേഷ് മാത്യു മാഞ്ഞൂരാൻ ഒരു സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ചെന്ന വാർത്ത പുറത്തു വന്നത് മുതലാണ് പ്രശ്നം തുടങ്ങിയത്. മാഞ്ഞൂരാൻ വിഷയത്തിൽ അഭിഭാഷക അസോസിയേഷനിൽ ഭിന്നതയുണ്ടെന്ന വാർത്ത ഡെക്കാൻ ക്രോണിക്കിൾ റിപ്പോർട്ട് ചെയ്തു. പ്രകോപിതരായ ഒരു വിഭാഗം അഭിഭാഷകർ മാധ്യമപ്രവർത്തകർക്ക് നേരെ തിരിഞ്ഞു. ഹൈക്കോടതിയിലെ മീഡിയ റൂം നിർബന്ധിച്ചടപ്പിച്ചു. ഹൈക്കോടതിക്ക് പുറത്ത് മാധ്യമപ്രവർത്തകർ പ്രതിഷേധിച്ചു. ഹൈക്കോടതി പരിസരത്ത് സംഘർഷമുണ്ടായി. തൊട്ടടുത്ത ദിവസം തിരുവനന്തപുരത്ത് വഞ്ചിയൂർ കോടതിയിൽ അഭിഭാഷകർ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു. മീഡിയ റൂം അടിച്ചു തകർത്തു. കോഴിക്കോട് കോടതി റിപ്പോർട്ടിങ്ങിനെത്തിയ മാധ്യമപ്രവർത്തകരെ പോലീസ് തടഞ്ഞു. തുടക്കത്തിൽ സർക്കാർ ഇടപെടൽ പതിഞ്ഞ താളത്തിലായിരുന്നു. മുഖ്യമന്ത്രി ഇരുപക്ഷത്തിന്റെയും യോഗം വിളിച്ചു. പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. പല തട്ടിൽ പലതവണ ചർച്ചകൾ നടന്നു. അഭിഭാഷകർ പിടിവാശി കളഞ്ഞില്ല. ഒടുവിൽ സർക്കാർ കർശന സ്വരത്തിൽ താക്കീത് നൽകി. കോടതിയുടെ അധികാരി ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറിക്കുള്ള അധികാരം അഭിഭാഷകർ എടുത്തണിയേണ്ടതായിട്ടില്ല. അതിര് വിട്ടുപോയാൽ നിയമം ലംഘിക്കപ്പെടാതെ നോക്കാൻ വേണ്ടതെല്ലാം സർക്കാർ ചെയ്യും. അഭിഭാഷകർ കോടതികളുടെ ഉടമസ്ഥരല്ല. തത്സമയ ടെലിവിഷൻ സംപ്രേഷണത്തോടെയാണ് ബ്രിട്ടീഷ് സുപ്രീം കോടതി പ്രവർത്തിക്കുന്നതെന്ന് ഇവിടുത്തെ അഭിഭാഷകർ അറിയണം. ഒരു മാധ്യമത്തിൽ നിന്ന് ഏത് ലേഖകൻ കോടതി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടതും അഭിഭാഷകരല്ല.